പ്രിയമുള്ളവരെ, ഒറ്റപ്പെടലും ഏകാന്തതയും തമ്മിലുള്ള വ്യത്യാസത്തെക്കുറിച്ച് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ട്. ഒറ്റപ്പെടുന്നത് പോലെ ദുഃഖകരമായ ഒരു അവസ്ഥ ഉണ്ടാവില്ല. എന്നാൽ ഏകാന്തമായിരിക്കുമ്പോൾ ലഭിക്കുന്ന സമാധാനവും തിരിച്ചറിവുകളും വളരെ വലുതുമാണ്. തിരക്കുപിടിച്ച ജോലിക്കിടയിൽ ഒരു ദിവസം ലീവ് എടുത്ത് ഒറ്റയ്ക്ക് വെറുതെ ഇരിക്കാൻ നിങ്ങൾക്ക് തോന്നാറില്ലേ? പ്രത്യേകിച്ചും ഒന്നും ചെയ്യാനില്ലാതെ ഒറ്റയ്ക്കിരിക്കുമ്പോഴാണ് ജീവിതത്തെക്കുറിച്ച് ആയാസരഹിതമായി ചിന്തിക്കാനും തീരുമാനങ്ങൾ എടുക്കാനും നമുക്ക് സാധിക്കുന്നത്. ഡാഫോഡിൽസ് എന്ന കവിതയിൽ വിഖ്യാത കവി വേഴ്സ്വർത്ത് കവികളെക്കുറിച്ച് തന്നെ പറയുന്നൊരു ഭാഗമുണ്ട്. അതിങ്ങനെയാണ്: ഞാൻ ഒറ്റയ്ക്ക് ഒരു മേഘത്തെ പോലെ ഈ പ്രകൃതിയിൽ അലഞ്ഞു നടക്കുമ്പോൾ അത്ഭുതപ്പെടുകയാണ്. ഒറ്റയ്ക്കിരിക്കുന്ന കവികൾ ശരിക്കും ഒറ്റപ്പെടുകയല്ല, സർഗാത്മകതയാൽ ചുറ്റപ്പെടുകയാണ്. അത്ര മനോഹാരിതയുണ്ട് ഏകാന്തതയ്ക്ക്. ആൾക്കൂട്ടത്തിനിടയിൽ നിന്ന് ആൾക്കൂട്ടം പറയുന്നത് പോലെ ജീവിക്കാൻ നമുക്ക് എളുപ്പമാണ്. പക്ഷേ ആൾക്കൂട്ടത്തിൽ നിന്ന് തെന്നിമാറി ഒറ്റയ്ക്ക് ഒരു തീരുമാനമെടുക്കാൻ ബുദ്ധിമുട്ടുണ്ടാകും. എന്നാൽ അങ്ങനെ മുന്നോട്ട് ചലിക്കാൻ കഴിയുന്നവർക്ക് മറ്റാരുമില്ലെങ്കിലും ജീവിതത്തെ നേരിടാൻ സാധിക്കും. ഏകാന്തതയുടെ 100 വർഷങ്ങൾ എന്ന നോവലിൽ മാർക്കേസ് പറയുന്നുണ്ട്, സമയം വെറുതെ കടന്നു പോവുകയല്ല, അതൊരു വൃത്താകൃതിയിൽ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് എന്ന്. ചുരുക്കി പറഞ്ഞാൽ, ജീവിതത്തിൽ ഒരുപാട് തിരക്ക് കൂട്ടേണ്ട കാര്യമൊന്നുമില്ല. ഇടയ്ക്ക് വെറുതെ ഒറ്റയ്ക്കിരിക്കാനും കുറച്ച് സമയം കണ്ടെത്താം. സമാധാനത്തിൽ ജീവിതത്തെക്കുറിച്ച് അല്പനേരം ചിന്തിക്കാം. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, തിരക്കിനിടയിൽ ഒറ്റയ്ക്ക് യാത്ര പോകണം. ചില സമയങ്ങളിൽ കൂട്ടോടെ യാത്രയ്ക്ക് പോകണം, ചില നേരങ്ങളിൽ ഒറ്റയ്ക്കൊരു യാത്ര പോകണം. മലമടക്കുകളിലേക്കോ മലഞ്ചെരുവുകളിലേക്കോ തീരപ്രദേശങ്ങളിലേക്കോ ഒറ്റയ്ക്കൊരു യാത്ര. ഒരു ദിവസം നിങ്ങൾ നിങ്ങളെയും കൊണ്ടൊരു യാത്ര നടത്തുന്നു. നിങ്ങൾ നിങ്ങളോട് സംസാരിക്കുന്നു, നിങ്ങളുടെ ഭാവിയെക്കുറിച്ച് ചിന്തിക്കുന്നു, നിങ്ങളുടെ ജീവിതത്തിൽ വരുത്തേണ്ട മാറ്റങ്ങളെക്കുറിച്ച് നിങ്ങളും തമ്മിൽ മറ്റാരും അറിയാതെയുള്ള ഒരു രഹസ്യ സംഭാഷണം. സോളോ യാത്രയ്ക്ക് അങ്ങനെ ഒരുപാട് അനുഭവങ്ങളുണ്ട്. ഒപ്പം കൂട്ടായി കുറച്ച് പുസ്തകങ്ങളും കരുതിക്കൊള്ളൂ. തിരക്കിട്ട ജീവിതയാത്രയിൽ ഒരു വർഷം 1 ഡസൻ സോളോ യാത്രകളെങ്കിലും നടത്തിയിരിക്കണം.